ഓക്കെ മൈ ഡിയർ സ്റ്റുഡൻസ്, അപ്പോൾ സെർച്ച് ആൻഡ് സീഷർ ഇൻസ്പെക്ഷൻ സാധാരണഗതിയിൽ എന്തെങ്കിലും നമുക്ക് ഡീഫോൾട്ട് വരുത്തിയതോ എന്തെങ്കിലും ചെക്ക് ചെയ്യാൻ വേണ്ടി ചെയ്യുന്ന 3 ആക്ടിവിറ്റീസാണ്. നമ്മുടെ ബുക്സ് ഓഫ് റെക്കോർഡ്സോ അല്ലെങ്കിൽ ഏതെങ്കിലും ബിസിനസ് ഇൻസ്റ്റിറ്റ്യൂഷനോ എല്ലാം സെർച്ച് ചെയ്യാനും അവിടുത്തെ സീഷർ ചെയ്യാൻ പറഞ്ഞാൽ കണ്ടു കെട്ടാനും അതേപോലെ തന്നെ അവിടെ ഇൻസ്പെക്റ്റ് ചെയ്യാനുള്ള അധികാരം എല്ലാ ടാക്സ് ഇൻസ്പെക്ടേഴ്സിനും അല്ലേ. അപ്പോൾ അതെന്താണെന്നുള്ളതൊന്ന് നോക്കാം. ഇൻസ്പെക്ഷൻ പറഞ്ഞു തന്നു കഴിഞ്ഞാൽ എന്താ? ഇൻസ്പെക്ഷൻ ഈസ് ദ ആക്ട് ഓഫ് എക്സാമിനിങ് സംതിങ് ഓഫൺ ക്ലോസ്ലി ഓൺ ടാക്സ് ലീഗൽ ലാംഗ്വേജ്. ഇറ്റ് ഈസ് സോഫ്റ്റ്വെയർ പൊസിഷൻ ദാൻ സെർച്ച്. അപ്പോൾ ഇൻസ്പെക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാധാരണഗതിയിൽ എന്താണ്? എന്തെങ്കിലും ഒരു ഒബ്ജക്റ്റോ അല്ലെങ്കിൽ എന്തെങ്കിലും കാര്യങ്ങൾ എക്സാമിൻ ചെയ്യുന്ന ഒരു ആക്ടിവിറ്റിയാണ് ഇൻസ്പെക്ഷൻ അല്ലേ. സാധാരണഗതിയിൽ സെർച്ച് ചെയ്യുന്നതിനേക്കാളും കുറച്ചും കൂടി സോഫ്റ്റ് ആയിട്ടുള്ളൊരു ആക്ടിവിറ്റിയാണ് ഈ ഇൻസ്പെക്ഷൻ എന്ന് പറയുന്നത്. ഓക്കെ, എ ജോയിൻറ്റ് കമ്മീഷണർ മേ ഹാവ് റീസൺസ് ടു ബിലീവ് ദാറ്റ് ഇൻ ഓർഡർ ടു ഇവേഡ് ടാക്സ് എനി പേഴ്സൺ ഹാഡ് ഡൺ ദ ഫോളോയിങ്. അതായത് ഏതെങ്കിലും ഇൻസ്പെക്ഷന് പോകുന്നത് എങ്ങനെയെന്ന് പറയുകയാണെന്ന് വെച്ചാൽ ഈ ജോയിൻറ്റ് കമ്മീഷണറായിട്ടുള്ള ഇൻകം ടാക്സ് ഓഫീസർക്ക് ഏതെങ്കിലും അയാൾക്കൊരു റീസൺ കിട്ടുകയാണ്, അവിടെ എന്തൊക്കെയോ മിസ്റ്റേക്സ് വരുത്തുന്നുണ്ട് ടാക്സിൻ്റെ കാര്യത്തിൽ എന്ന് തോന്നുകയാണെന്ന് വെച്ചാൽ അയാൾക്ക് അതിനുള്ള അങ്ങനെ വിശ്വസിക്കാൻ തരത്തിലുള്ള എന്തെങ്കിലും ഒരു റീസൺ അവിടെ നിന്ന് കിട്ടുകയാണെന്ന് വെച്ചാൽ ഈ പറഞ്ഞ കാര്യങ്ങൾക്കൊക്കെ അയാൾക്ക് ഇൻസ്പെക്ഷൻ നടത്താം. സപ്രസ്ഡ് എനി ട്രാൻസാക്ഷൻ ഓഫ് സപ്ലൈ കുറച്ച് കാണിക്കുക, സ്റ്റോക്ക് ഇൻ ഹാൻഡ് കുറച്ച് കാണിക്കുക, പിന്നെന്താണ് ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് ഇൻ എക്സസ് ആയിട്ട് ഒരുപാടായിട്ട് നമ്മൾ ക്ലെയിം ചെയ്യുക. പിന്നെ വയലേറ്റഡ് ഓഫ് എനി പ്രൊവിഷൻസ്, സാധാരണഗതിയിൽ ഇൻകം ടാക്സ് കംപ്ലൈ ചെയ്യുന്ന ഏതെങ്കിലും പ്രൊവിഷൻസ് നമ്മൾ വയലേറ്റ് ചെയ്യുക. എനി ട്രാൻസ്പോർട്ടർ ഓർ ഓണർ ഓർ ഓപ്പറേറ്റർ ഓഫ് എ വെയർഹൗസ് ഹാസ് kept goods which have escaped tax payment or has kept accounts and goods in such a way as to evade tax. അപ്പോൾ ഏതെങ്കിലും ഒരു ട്രാൻസ്പോർട്ടറോ ഓണറോ വെയർഹൗസ് ഓപ്പറേറ്ററോ ഒക്കെ ഇതേപോലെ തന്നെ ഗുഡ്സ് ഓഫ് അക്കൗണ്ട്സ് എല്ലാം ഈ പറഞ്ഞ ഗുഡ്സോ അല്ലെങ്കിൽ സർവീസോ എന്തായിക്കോട്ടെ അത് ടാക്സിൽ നിന്ന് എസ്കേപ്പ് ആവാൻ വേണ്ടിയിട്ട് റെക്കോർഡ്സ് കീപ്പപ്പ് ചെയ്തിട്ടുണ്ട് എന്നൊക്കെ തോന്നുകയാണെങ്കിൽ ഈ ടാക്സ് ഇൻസ്പെക്ടർക്ക് അവിടെ ഇൻസ്പെക്ഷൻ നടത്താനുള്ള അവകാശമുണ്ട്. ദെൻ ഹി ക്യാൻ ഓതറൈസ് എനി ഓഫീസർ ഇൻഫോം GST IN 01 ടു ഇൻസ്പെക്ട് പ്ലേസസ് ഓഫ് ബിസിനസ്. അപ്പോൾ ഇങ്ങനത്തെ കാര്യങ്ങളിലെല്ലാം എന്തെങ്കിലും മിസ്റ്റേറ്റ്മെൻറ്റ് കാണുകയാണെന്ന് വെച്ചാൽ അദ്ദേഹത്തിന് ഫോം GST INS 01 ഫോം പ്രകാരം ഒരു ബിസിനസ് പ്ലേസ് ഇൻസ്പെക്റ്റ് ചെയ്യാനുള്ള അവകാശമുണ്ടെന്നാണ് പറയുന്നത്. The taxable person or the transporter or the owner or operator of warehouses, he can also examine any other place if he sees fit. അപ്പോൾ ഈ പറഞ്ഞ ഏത് വ്യക്തികളുടെ ബിസിനസ്സോ അല്ലെങ്കിൽ അതിൻ്റെ പേഴ്സണൽ കാര്യങ്ങളോ പേഴ്സണൽ ഇൻ ദ സെൻസ് ടാക്സ് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളെല്ലാം ഇൻസ്പെക്റ്റ് ചെയ്യാനുള്ള അധികാരം ഈ ഇൻസ്പെക്ടർക്ക് ഉണ്ടെന്നാണ് പറയുന്നത്. ഇനി എന്താ സെർച്ച് ഇൻവോൾവ്സ് ആൻ അറ്റംപ്റ്റ് ടു ഫൈൻഡ് സംതിങ്. സെർച്ച് ചെയ്യപ്പോഴും എന്താണ്? നമ്മൾ എന്തെങ്കിലും ഒന്ന് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടാണ്. സെർച്ച് ഇൻ ടാക്സ് ഓർ ലീഗൽ ബാലൻസ് ഈസ് ആൻ ആക്ഷൻ ഓഫ് ഗവൺമെൻറ് ഓഫീഷ്യൽ, എ ടാക്സ് ഓഫീസർ ഓർ എ പോലീസ് ഓഫീസർ ഡിപ്പെൻഡിങ് ഓൺ ദ കേസ് ടു go and look through or examine carefully a place, person, object, etc. in order to find something concealed or to discover evidence of a crime. The search can only be done under the proper and valid authority of law. അപ്പോൾ സെർച്ച് നടത്തുന്നത് എങ്ങനെയാണെന്ന് പറയുകയാണെന്ന് വെച്ചാൽ ഏതെങ്കിലും ഒരു നമ്മുടെ അതോറിറ്റീസ് കാണാതെ രീതിയിൽ എന്തെങ്കിലും മിസ്റ്റേറ്റ്മെൻറ്റ് ഈ പറഞ്ഞ ടാക്സിൽ ചെയ്യുകയാണെന്ന് വെച്ചാൽ അവർക്ക് ഈ പറഞ്ഞ പോലെ ഒരു സെർച്ചിനുള്ള വാറണ്ട് പുറപ്പെടുവിക്കാൻ കഴിയും. On the basis of result of inspection or any other reason, Joint Commissioner, SGST, CGST or the supplier officer can order for a search if he has a reason to believe. അപ്പോൾ നമ്മൾ ആദ്യം ഇൻസ്പെക്ഷന് പോകും. ഇൻസ്പെക്ഷന് പോയിട്ട് പ്രത്യേകിച്ച് പ്രശ്നങ്ങളൊന്നും ഇല്ലെങ്കിൽ നമ്മൾ അതോടുകൂടി ആ പ്രൊസീജിങ്സ് അവിടെ നിർത്തും. ഇൻസ്പെക്ഷൻ നമ്മൾ എന്തോ ഒരു റോങ്നെസ് സ്മെൽ ചെയ്യുമ്പോഴാണ് ഇൻസ്പെക്ഷന് പോവുക. എന്നിട്ട് വീണ്ടും അത് കൂടുതൽ നമുക്ക് എന്തെങ്കിലും അതിന് കണ്ടുപിടിക്കണം എന്നുണ്ടെങ്കിൽ എന്താണ് കുറച്ചും കൂടി ശരിയാണ് പറഞ്ഞ രീതിയിൽ ഇവർ മിസ്റ്റേറ്റ്മെൻറ്റ് നടത്തുന്നുണ്ട് എന്നുള്ളത് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം? സെർച്ചിന് പോവാം. അയാൾക്ക് ഈ പറഞ്ഞ രീതിയിലുള്ളൊക്കെ റീസൺസൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് സെർച്ച് ചെയ്യാമെന്ന് പറയുന്നത്. ദർ ആർ ഗുഡ്സ് വിച്ച് ആർ ലയബിൾ ഫോർ
കോൺഫിക്കേഷൻ ദ ആക്ഷൻ ഓഫ് ടേക്കിംഗ് സീസിങ് സമ്മൺസ് പ്രോപ്പർട്ടി വിത്ത് അതോറിറ്റി. അതായത് ആരെങ്കിലും സാധനങ്ങളോ സാമഗ്രികളോ ടാക്സിന് ലയബിളായിട്ടുള്ള സാധനങ്ങൾ ഒളിപ്പിച്ച് വെച്ചു എന്ന് തോന്നുന്നുണ്ടെങ്കിൽ ഇനി ഡോക്യുമെൻറ്റ്സ് ഓർ ബുക്സ് ഓർ അതർ തിങ്സ് വിച്ച് വിൽ ബി യൂസ്ഫുൾ ഡ്യൂറിങ് പ്രൊസീഡിങ്സ് ആൻഡ് ആർ ഹിഡൻ സംവർ. എവിടെയെങ്കിലും അതേപോലെ തന്നെ ഡോക്യുമെൻറ്റ്സ് ആവാം, അതേപോലെ ഗുഡ്സ് ആവാം. ഇതെല്ലാം ടാക്സ് അതോറിറ്റീസിന് മുന്നിൽ കാണിക്കേണ്ട സാധനങ്ങൾ നമ്മൾ ഒളിപ്പിച്ച് വെച്ചു എന്ന് പറയുകയാണെന്ന് വെച്ചാൽ നമുക്ക് സെർച്ചിന് പോവാമെന്നാണ് പറയണത്. ഓക്കെ. പിന്നെ സീഷർ എന്താണ്? സീഷർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ആദ്യം നമുക്കൊരു സംശയം തോന്നി, നമ്മളവിടെ ഇൻസ്പെക്ഷന് പോയി ആ സംശയം ബലമാക്കുന്ന രീതിയിൽ അവിടെ ആക്ടിവിറ്റീസ് നമ്മൾ കണ്ടുപിടിക്കുകയാണെന്ന് വെച്ചാൽ പിന്നെ നമുക്ക് സെർച്ചിന് പോവാം. സെർച്ച് ചെയ്ത് കുറച്ച് എന്തെങ്കിലും നമുക്ക് ടാക്സ് അതോറിറ്റീസിന് മുൻപിൽ കാണിക്കേണ്ട സാധനങ്ങൾ ഒളിപ്പിച്ച് വെച്ചു എന്ന് കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ ആ സാധനങ്ങൾ കണ്ടുകെട്ടുന്നതിനെയാണ് ഈ സീഷറിന് പിടിച്ച് വയ്ക്കുന്നതിനെയാണ് സീഷർ എന്ന് പറയാം. ദ ടേം സീഷർ ഹാസ് നോട്ട് ബീൻ സ്പെസിഫിക്കലി ഡിഫൈൻഡ് ഇൻ GST. അപ്പോൾ അതിനെ GST ഡിഫൈൻ ചെയ്തിട്ടൊന്നുമില്ല. ഇൻ ലീഗൽ പാരലൻസ് സീഷർ ഈസ് ദ ആക്ട് ഓഫ് ടേക്കിംഗ് ഓവർ സംതിങ്. എന്തെങ്കിലും സാധനങ്ങൾ ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെൻറ്റ് എടുത്തുകൊണ്ട് പോകുന്നതിനാണ് സീഷർ എന്ന് പറയാം. ഓക്കെ. പിന്നെ അറസ്റ്റ് എങ്ങനെയാണ് വരിക? GSTയിലെ അറസ്റ്റ് എങ്ങനെയാണ് വരിക? ഇഫ് ദ കമ്മീഷണർ ഓഫ് GST ഓർ SGST ബിലീവ് എ പേഴ്സൺ ഹാസ് കമ്മിറ്റഡ് ആൻ ഒഫൻസ് അണ്ടർ സെക്ഷൻ 132 ഹി ക്യാൻ അറസ്റ്റ് ബൈ എനി ഓതറൈസ്ഡ് CGST SGST ഓഫീസർ. ദ അറസ്റ്റഡ് പേഴ്സൺ വിൽ ബി ഇൻഫോംഡ് അബൌട്ട് ദ ഗുഡ്സ് ഓഫ് ഹിസ് അറസ്റ്റ്. അപ്പോൾ എന്താണ്? എന്തെങ്കിലും അറസ്റ്റ് നമുക്ക് ചെയ്യാൻ പറ്റും. നമ്മൾ പറഞ്ഞ കാര്യങ്ങളെല്ലാം അയാൾ തെറ്റായി ചെയ്തിട്ടുണ്ട് എന്നുള്ള ഒരു കുറ്റം തെളിയിക്കപ്പെടുകയാണെന്ന് വെച്ചാൽ കുറ്റം കണ്ടെത്തി കഴിഞ്ഞാൽ അയാളെ അറസ്റ്റ് ചെയ്യാമെന്നാണ് പറയുന്നത്. അപ്പോൾ ഏതൊക്കെ ഒഫൻസസ്സാണ് ഒരാളെ അറസ്റ്റ് ചെയ്യാൻ പാകത്തിന് വരുന്നത് അത് പറയുന്നുണ്ട്. സെക്ഷൻ 132 പറയുന്നുണ്ട് അറസ്റ്റ് ചെയ്യണമെങ്കിൽ എ ടാക്സിബിൾ പേഴ്സൺ സപ്ലൈസ് എനി ഗുഡ്സ് സർവീസസ് വിത്തൗട്ട് എനി ഇൻവോയ്സ്. ഒരു ഇൻവോയ്സ് ഇല്ലാതെ എന്തെങ്കിലും ഗുഡ്സ് ആൻഡ് സർവീസസ് സപ്ലൈ ചെയ്യുക. പിന്നെ ഇഷ്യൂസ് എനി ഇൻവോയ്സ് ഓർ ബിൽ വിത്തൗട്ട് സപ്ലൈ ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസസ് ഇൻ വയലേഷൻ ഓഫ് ദ GSTക്ക് എതിരായിട്ടുള്ള ഗുഡ്സ് ആൻഡ് സർവീസസ് സപ്ലൈ ചെയ്യുക. പിന്നെ ഹി കളക്ട്സ് എനി GST ബട്ട് ഡസ് നോട്ട് സബ്മിറ്റ് ഇറ്റ് ടു ദ ഗവൺമെൻറ് വിത്തിൻ 3 months. അയാൾ GST കളക്ട് ചെയ്തിട്ട് കൈവശം തന്നെ വയ്ക്കുക, ഗവൺമെൻറ്റിന് സബ്മിറ്റ് ചെയ്യാതെ 3 മാസത്തോളം കയ്യിൽ തന്നെ വയ്ക്കുകയാണെന്ന് വെച്ചാൽ അയാൾ അറസ്റ്റ് ചെയ്യാം. പിന്നെ ഈവൺ ഇഫ് ഹി കളക്ട്സ് എനി GST ഇൻ കൺട്രവേഷൻ ഓഫ് പ്രൊവിഷൻസ് ഹി സ്റ്റിൽ ഹാസ് ടു ഡെപ്പോസിറ്റ് ടു ദ ഗവൺമെൻറ് വിത്തിൻ 3 months. ഫെയിലിയർ ടു ഡു സോ വിൽ ഹാവ് ഒഫൻസ് അണ്ടർ GST. പിന്നെന്താ, കളക്ട് ചെയ്താൽ മാത്രം പോരാ, അത് ഈ പറഞ്ഞ 3 മാസത്തിൽ കൂടുതൽ കൈവശം വെച്ചാലും അത് അറസ്റ്റ് ഇൻവൈറ്റ് ചെയ്യുന്ന ഒരു ആക്ഷനാണെന്നാണ് പറയുന്നത്. പിന്നെ ഹി ഹാസ് ഓൾറെഡി ബീൻ കൺവിക്റ്റഡ് ഓഫ് ആൻ ഏർലിയർ അണ്ടർ സെക്ഷൻ 132 ദിസ് ഈസ് ഹിസ് സെക്കൻഡ് ഒഫൻസ്. ഓൾറെഡി ഇങ്ങനത്തെ ഒരു കാര്യത്തിന് അയാൾക്ക് എന്തെങ്കിലും ശിക്ഷ വരുത്തുകയാണെന്ന് വെച്ചാൽ പിന്നെ അത് അയാൾ ചെയ്യുന്നത് രണ്ടാമത്തെ ഒരു കേസാണെന്നാണ് പറയുന്നത്. ഇനി ഇതിന് ജാമ്യം കിട്ടുമോ, ബെയിൽമെൻറ്റ് കിട്ടുമോ? അങ്ങനെ ഒരു അറസ്റ്റ് വന്നു കഴിഞ്ഞാൽ ഫോർ നോൺ കോഗ്നൈസബിൾ ആൻഡ് ബെയിലബിൾ ഒഫൻസസ് ദ അറസ്റ്റഡ് പേഴ്സൺ ക്യാൻ ബി റിലീസ്ഡ് ഓൺ ബെയിൽ. അപ്പോൾ എന്തെങ്കിലും ജാമ്യമില്ലാത്ത കേസുകൾക്കാണ് അറസ്റ്റ് ചെയ്തതെങ്കിൽ അയാൾക്ക് ജാമ്യം കിട്ടത്തില്ല. അത് നമുക്ക് വേണമെങ്കിൽ അല്ലാത്ത കേസിലാണെന്ന് വെച്ചാൽ നമുക്ക് അയാളെ ജാമ്യത്തിലെടുക്കാം എന്നാണ് പറയുന്നത്. ദെൻ non-cognizable offences are those where a police officer cannot arrest a person without a warrant issued by competent authority. They are less serious crimes like public nuisance, assault. അപ്പോൾ എന്തെങ്കിലും ഒരു പബ്ലിക് ന്യൂസൻസോ അസൾട്ടോ ഒക്കെയാണ് നമ്മൾ നോൺ കോഗ്നിസബിൾ ഒഫൻസസ് എന്ന് പറയുക. അപ്പോൾ അതിനൊക്കെ നമുക്ക് അറസ്റ്റ് വാറൻറ്റ് പുറപ്പെടുവിക്കണം എന്നാണ് പറയുന്നത്. ഓക്കെ. ഒഫൻസസ് അണ്ടർ GST. ഇനി എന്താണ് GSTയുടെ അണ്ടറിൽ നോക്കുകയാണെന്ന് വെച്ചാൽ ഏതൊക്കെയാണ് ഒഫൻസസ് പറയുന്നത്? എ ടാക്സബിൾ പേഴ്സൺ സപ്ലൈസ് എനി ഗുഡ്സ് ആൻഡ് സർവീസസ് വിത്തൗട്ട് എനി ഇൻവോയ്സ് ഓർ ഇഷ്യൂസ് ഫോൾസ് ഇൻവോയ്സ്. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെയാണ് പറയുന്നത്. അറസ്റ്റ് ചെയ്യാൻ ഉള്ള ഒഫൻസസ് പോലെ തന്നെയാണ് പറയുന്നത് ഇവിടുത്തെ ഒഫൻസസ്. ഗുഡ്സ് ആൻഡ് സർവീസിന് ഇൻവോയ്സ് ഇല്ലാതെ സപ്ലൈ ചെയ്യുക, പിന്നെ GSTയുടെ പ്രൊവിഷൻസ് ഭേദിക്കുക, പിന്നെ GST നമ്പർ ഇല്ലാതെ ഒരു ഇൻവോയ്സസ് അടിക്കുക, പിന്നെ GSTയെക്കുറിച്ചുള്ള ഫോൾസ് ഇൻഫോർമേഷൻസ് പ്രൊവൈഡ് ചെയ്യുക, പിന്നെ ഫേക്ക് ഫിനാൻഷ്യൽ റെക്കോർഡ്സ് സബ്മിറ്റ് ചെയ്യുക. അതേപോലെ തന്നെ ഹി കളക്ട്സ് ഇനി GST കളക്ട് ചെയ്തതിന് ശേഷം മതിയായ ദിവസത്തിനകം അത് ഗവൺമെൻറ്റിന് സബ്മിറ്റ് ചെയ്യാതിരിക്കുക. ഓക്കെ. പിന്നെ ഏതെങ്കിലും അസാന്മാർഗിക മാർഗം ഉപയോഗിച്ചുകൊണ്ട് ഏതെങ്കിലും ഫ്രോഡുലൻ്റായിട്ട് GSTയോ SGSTയോ റീഫണ്ടായിട്ട് ഗവൺമെൻറ് കയ്യിൽ നിന്ന് വാങ്ങാനുള്ള കാര്യങ്ങൾ ചെയ്യുക.
ഓക്കെ. പിന്നെ ഡെലിബറേറ്റ്ലി സപ്രസസ്, എപ്പോഴും അയാളുടെ സെയിൽസ് കുറച്ച് കാണിക്കുക. ടാക്സ് ഈ ഡിവൈഡ് ചെയ്യാൻ വേണ്ടിയിട്ട്, ടാക്സ് കുറയ്ക്കാൻ വേണ്ടിയിട്ട് ഇയാളുടെ സെയിൽസ് എപ്പോഴും കുറച്ച് കാണിക്കുക. പിന്നെ ഒരുപാട് ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് ഓവറായിട്ട് ക്ലെയിം ചെയ്യുക. പിന്നെ പ്രോപ്പർ ഡോക്യുമെൻറ്റ്സ് ഇല്ലാതെ ട്രാൻസ്പോർട്ടേഷൻസ് നടത്തുക. പിന്നെ ബുക്സ് ഓഫ് റെക്കോർഡ്സ്, നിയമം പറയുന്ന ബുക്സ് ഓഫ് റെക്കോർഡ്സ് ഒന്നും നമ്മൾ ബിസിനസ്സിൽ മെയിൻറ്റെയിൻ ചെയ്യാതിരിക്കുക. പിന്നെ TDS ഡിഡക്റ്റ് ചെയ്യേണ്ട എമൗണ്ടുകളൊന്നും ഡിഡക്റ്റ് ചെയ്യാതെ കാണിക്കുക. അങ്ങനെയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ അതൊക്കെ GSTയുടെ കണ്ണിൽ ഒരു ഒഫൻസസ് ആണെന്ന് പറയുന്നത്. അപ്പോൾ നേരത്തെ നമ്മൾ നോക്കിയ ഒഫൻസസ് എന്താണ്? അറസ്റ്റ് ചെയ്യാൻ പാകത്തിനുള്ള ഒഫൻസസ് ആണ് നേരത്തെ പറഞ്ഞത്. ഇതൊക്കെ GSTയുടെ കണ്ണിൽ ഒഫൻസസ് ആണെന്നാണ് പറയുന്നത്. ഓക്കെ.